ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിലേക്കും നാവിക താവളത്തിലേക്കും മിസൈൽ ആക്രമണം നടത്തി ഹെസ്ബുള്ള. നിരവധി പേർക്ക് പരിക്കേറ്റുവെന്ന് റിപ്പോർട്ട്. ഹെസ്ബുള്ള ഇസ്രയേലിലേക്ക് 340 മിസൈലുകൾ പ്രയോഗിച്ചെന്ന് ഇസ്രയേൽ ആർമി റേഡിയോയും വ്യക്തമാക്കി. ഹെസ്ബുള്ള ആക്രമണത്തിൽ കിഴക്കൻ ടെൽ അവീവിലെ പെറ്റ മേഖലയിൽ നിരവധി പേർക്ക് പരിക്കേറ്റെന്നും പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം തെക്കൻ ഇസ്രായേലിലെ അഷ്ദൂദ് നാവിക താവളത്തിലേക്കും ടെൽ അവീവിലെ സൈനിക കേന്ദ്രത്തിലേക്കുമാണ് ആക്രമണം നടത്തിയതെന്ന് ഹെസ്ബുള്ള വ്യക്തമാക്കി. സ്ട്രൈക്ക് ഡ്രോണുകളും അഡ്വാൻസ്ഡ് മിസൈലുകളും പ്രയോഗിച്ചുവെന്നും ഹെസ്ബുള്ള അറിയിച്ചു. അതേസമയം ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള 250 റോക്കറ്റുകളാണ് പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇതിൽ നിരവധി മിസൈലുകൾ നശിപ്പിക്കാനായെന്നും ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റെന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണം. അതേസമയം ലെബനനിൽ നിന്ന് 340 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്ന് ഇസ്രായേൽ ആർമി റേഡിയോ സ്ഥിരീകരിച്ചു. ഹെസ്ബുള്ള ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റുവെന്ന് ആരോഗ്യ വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് തെക്കൻ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ആക്രമണം വെടിനിർത്തൽ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്ന നീക്കമാണെന്ന് ലെബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.